എന്നതാടി മാളെ സണ്ണിച്ചായനോട് പറ, നിന്റെ മുഖം എന്താടി വല്ലായിരിക്കുന്നേ? ഒന്നുമില്ല. പിന്നെ നിന്റെ ലവ് ഫെയിലറായ മാളെ? അതൊന്നുമല്ല. എന്നതായാലും നീ സണ്ണിച്ചായനോട് പറ. ഇവൻ എന്നോട് മിണ്ടിയിട്ട് 2 ദിവസമായി സണ്ണിച്ചായ. അതെന്നതാടാ, നിന്റെ സംസാരശേഷി പോയോ? ഒന്ന് മിണ്ടായിരിക്കും അപ്പ. ഓ, അപ്പൊ നീ മിണ്ടും. പിന്നെന്താടാ നീ എന്റെ മോളോട് മാത്രം മിണ്ടാത്തേ? അവളെ എന്നോട് പിണങ്ങി നടക്കുന്നത്. അത് ഇന്ന് വൈകിട്ട് അതിന്റെ കാരണമുണ്ട്. അതിന് മുൻപോ എന്നെ കൂട്ടാതെ കോളേജിൽ പോവാ, എന്നിട്ട് ഞാൻ അന്വേഷിക്കുന്നിടത്തുനിന്നൊക്കെ മാറി നടക്കുക. ഞാൻ എന്ത് ചെയ്തിട്ടാ നീ തന്നെയല്ലേ ഒന്നിനാലും പ്രകാശിനോട് സിനിമയ്ക്ക് വിട്ടത്? അവള് ചോദിച്ചതിന് ഉത്തരം പറയടാ. അത് പപ്പ പ്രകാശിന് ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് കരുതിയിട്ടാ. പ്രകാശിന് ഇഷ്ടമല്ലെങ്കിൽ നീ എന്നോട് മിണ്ടൂലേ? എന്നോട് മിണ്ടൂലേ? എന്നിട്ട് അവൻ എന്നോട് റിവഞ്ച് എടുക്കാൻ നടക്കുക. എന്റെ മൈൻഡ് ചെയ്ത് വർഷയുടെ കൂടെ കാറി കയറി പോവാ, ഐസ്ക്രീം പാർലറിൽ ഒരുമിച്ചിരുന്ന് ഐസ്ക്രീം കഴിക്കുക. അതേതാ പുതിയൊരു കഥാപാത്രം ഇതിനിടയിൽ? വർഷ ഇവന്റെ ഒരു ആരാധിക. പ്രേമം തലയ്ക്ക് പിടിച്ച് പുറകെ നടക്കുക. കണ്ടോ എല്ലാം ഇവള് എന്നെ ഉണ്ടാക്കി വെച്ചിട്ട് നിനക്ക് എന്താ വർഷം പ്രേമിച്ചാലെന്ന് പറഞ്ഞ് എന്നെ ഇളക്കിയതാരാ? ഇനിയിപ്പോ ഞാൻ പ്രേമിക്കാൻ പോവാ. പ്രേമിച്ചോ? പ്രേമിക്കേണ്ടത് ആരാ പറഞ്ഞത്? നിർത്ത മതി. കാര്യമൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. അവൻ ഇവളെ പ്രേമിക്കുക, ഇവൻ അവളെ പ്രേമിക്കുക. ചേടാ, ഇത്രയും കാലം എന്റെ മാന്യന്മാരുടെ ഇടയില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നല്ലോ ഈ പ്രേമം. നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി? എല്ലാത്തിനും കാരണം ഈ മേനു സാറാ. ശുക്രിയ. നോക്ക്, ഇനി എന്റെ മക്കൾ കിറവിച്ചാൽ ഈ പപ്പയ്ക്ക് സങ്കടാവും, ആ പപ്പയ്ക്ക് സങ്കടാവും. ഇനി എന്റെ മക്കൾ പിണങ്ങിയാൽ ഈ മമ്മിയും കരയും, ആ മമ്മിയും കരയും.